ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ, ഇല്ലെങ്കിൽ നിലവിലെ ലോക ചാമ്പ്യന്മാർ സെമി കാണാതെ പുറത്താകുന്ന അവസ്ഥ വരും. ഒരുപക്ഷെ സമീപകാലത്ത് കുട്ടി ക്രിക്കറ്റിൽ 2020 വലിയ അപ്രമാദിത്വമായിരുന്നു ടീം ഇന്ത്യയുടേത്. 42 മത്സരങ്ങളിൽ തോറ്റത് 8 മത്സരങ്ങൾ, പരമ്പരകൾ എല്ലാം തന്നെ വലിയ വലിയ വിജയങ്ങൾ നേടി. പക്ഷേ ലോകകപ്പിലേക്ക് വന്നപ്പോൾ ഒരൊറ്റ മത്സരത്തിൽ തോൽവി അത് ഇന്ത്യയെ വല്ലാത്ത തരത്തിൽ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം അതൊരു കനത്ത തോൽവിയായിരുന്നു. 76 റൺസിന് ദക്ഷിണാഫ്രിക്കയോടേറ്റ ആ തോൽവിയോടുകൂടി ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റിലൊക്കെ തന്നെ കാര്യമായ ഇടിവ് സംഭവിക്കും. അതോടുകൂടി ഇനിയുള്ള 2 മത്സരങ്ങളിലും, അതായത് ഇന്നത്തെ സിംബാബ്വേക്കെതിരായ മത്സരത്തിനും ഒപ്പം തന്നെ 1-ാം തീയതി നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് നിലവിലെ ചാമ്പ്യന്മാർക്ക് സെമിയിലേക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരം നടക്കുന്ന ചേപ്പോക്ക് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷമായിരിക്കും ആരാധകരെയൊക്കെ തന്നെ കയറ്റിവിടുക. കാലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ഒരു ആവേശ പോരാട്ടം, ഇന്ത്യയുടെ ഒരു വലിയ പോരാട്ടം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ സ്റ്റേഡിയമായ ചേപ്പോക്കിൽ അരങ്ങേറുന്നു. ഒരുപക്ഷെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അടപടലം പൊളിഞ്ഞ ടീം ഇന്ത്യ ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു തേടി നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്, ചേപ്പോക്കിലേക്ക് വരികയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ എന്നുള്ളതാണ്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ ഇടത് കയ്യൻ ബാറ്റർമാരെ എതിരാളികളൊക്കെ തന്നെ നിഷ്പ്രഭം കീഴടക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അതിനൊരു മറുമരുന്നായി നമ്മുടെ സഞ്ജു വേണം എന്നുള്ളൊരാവശ്യം വിദഗ്ധരും ക്രിക്കറ്റ് നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് ഇന്നത്തെ മത്സരത്തിൽ ഒരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനകളാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചെത്തിയ ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ടക്ക് പങ്കുവെക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു എത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സഞ്ജു IPL കളിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് ഇനി കളിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ ഇനി മുതൽ ഈ ചേപ്പോ ഗ്രൗണ്ടിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ സഞ്ജുവിന് ഒരു ഹോം കമ്മിങ് കൂടിയാണ് ഇന്നത്തെ മത്സരം. അങ്ങനെ സഞ്ജു വരും, അതോടുകൂടി ഇന്ത്യയുടെ പ്രശ്നങ്ങളെ, ടോപ്പ് ഓർഡറിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുമെന്നും ഇന്ത്യയും വലിയൊരു വിജയം നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇന്ത്യ കളിക്കുന്നതിനൊപ്പം ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയുണ്ട്. ഇന്ന് 3 മണിക്ക് നടക്കുന്ന ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരമാണ്. ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് തോൽക്കാനായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ മത്സരം കൂടി നോക്കിയായിരിക്കും ഇന്ത്യ ഇരിക്കുക. ആവേശ പോരാട്ടം രാത്രി 7 മണിക്കാണ്, 6:30ക്കാണ് ടോസ്റ്റ്. എന്തായാലും ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ചേപ്പോക്ക് സ്റ്റേഡിയത്തിലെ മഞ്ഞ കടലിനായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അതിനെയൊക്കെ തന്നെ ഒരു നീലക്കടലാക്കി മാറ്റാൻ നമ്മുടെ ഇന്ത്യൻ ആരാധകരൊക്കെ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആവേശ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് SKN.